എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സൗദി അറേബ്യയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്തൂടെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ദഹ്റാൻ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തി. ദഹ്റാൻ എന്ന് പറയുന്നത് അൽക്കോബാറിൻ്റെ അടുത്ത ഒരു സ്ഥലമാണ്. നമ്മൾ പോയി കാണുന്ന ഇത്ര മ്യൂസിയമാണ് സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്കോണിക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്ര എന്ന് പറയുന്നത്. സൗദി അരാംകോയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സമകാലിക മിഡിൽ ഈസ്റ്റിലെ കല, സൗദി പൈതൃകം, ഇസ്ലാമിക കല, അറേബ്യൻ ഉപദ്വീപിൻ്റെ പ്രകൃതി ചരിത്രം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന 5 വ്യത്യസ്ത ഗാലറികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നോർവീജിയൻ വാസ്തുവിദ്യാ സ്ഥാപനമായ സ്നോഹട്ട രൂപകൽപ്പന ചെയ്തതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഐക്യത്തിൻ്റെ പ്രതീകാത്മകമായ കല്ലുകൾ എന്ന ഒരു വിശേഷണമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഐക്യം സൃഷ്ടിക്കാൻ വേണ്ടി കല്ലുകൾ പരസ്പരം ചേർന്നിരിക്കുന്ന ഒരു വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ നിലയിൽ ആർക്കേവും, മ്യൂസിയം, ഗ്യാലറി എന്നിവ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് ഷോ നടത്തുന്നതിനുള്ള സ്ഥലം, ലൈബ്രറി, ഐഡിയ ലാബ് എന്നിവയോടൊപ്പം ഗോപുരവും അതുപോലെ തന്നെ ആശയങ്ങൾ രൂപം കൊള്ളുന്ന ഇടവുമാണ് ഈ സ്ഥലം. ഭാവിയെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി സങ്കീർണമായി രൂപപ്പെടുത്തിയിരിക്കുന്നതും വ്യക്തിഗതമായി വളഞ്ഞതുമായ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. സ്റ്റീലുകൾക്ക് ചുറ്റും അതിലൂടെ വായു പ്രവാഹം നടക്കുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുഭൂമിയിലെ കടുത്ത ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകളാണ് അവർ എടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് 4 നിലയുള്ള ഒരു ലൈബ്രറി, 18 നിലകളുള്ളതാണ് ഇതിൻ്റെ ടവർ, 3 നിലകളുള്ള ഐഡിയ ലാബ്, ഒരു എനർജി എക്സിബിറ്റ്, 5 ഗ്യാലറി മ്യൂസിയങ്ങൾ, 315 സീറ്റുള്ള സിനിമാ തിയേറ്റർ, അതുപോലെ തന്നെ 900 സീറ്റുകളുള്ള പെർഫോമിംഗ് ആർട്ട് തിയേറ്റർ, 1500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഗ്രേറ്റ് ഹാൾ, അതുപോലെ തന്നെ കുട്ടികളുടെ മ്യൂസിയം, ഒരു പള്ളി എന്നിവയും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് മുഴുവനായും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഏകദേശം 93,403 സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഓരോ ട്യൂബും ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണെങ്കിൽ ഏകദേശം 360 കിലോമീറ്റർ നീളം വരുന്നത്ര ട്യൂബുകളാണ് ഇതിനു വേണ്ടിയിട്ട്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓരോ ട്യൂബിൻ്റെയും കട്ടി എന്ന് പറയുന്നത് 2 mm കട്ടിയുള്ള, അതായത് 75 mm ഡയാമീറ്റർ ഉള്ള ട്യൂബുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2008 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അതിൻ്റെ ഉദ്ഘാടനം ഡിസംബർ 1, 2016 നടത്തുകയുണ്ടായി. എന്നാൽ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആയത് 2018 മാത്രമാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് ചരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കല്ലിൻ്റെ ഒരേ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ അടുത്തുനിന്ന് നോക്കിയാൽ മാത്രമേ അത് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവൂ. അകലെ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ പുറംചട്ട സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് ഇതിലൂടെ കാണുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലൂടെയോ ഒക്കെ എടുത്ത് വലുതാക്കി നോക്കിയാൽ മാത്രമേ അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത്ര വളരെ മനോഹരമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഈ ട്യൂബുകൾ ആ ഷേപ്പിൽ എങ്ങനെ കൊണ്ടുവന്നു എന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അത്ര രീതിയിലുള്ളതാണ് അതിൻ്റെ നിർമ്മാണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന തടിയും എല്ലാം തീ പിടിക്കാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത്ര മ്യൂസിയം എന്ന് പറയുന്നത്. കാരണം ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ നിർമ്മാണവും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ വാസ്തുവിദ്യ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അതിൻ്റെ നിർമ്മാണ രീതികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തായാലും നമുക്ക് ഇത്രയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് കിടക്കാം.
وقت السراب